നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. നെയ്മർ ജൂനിയർക്ക് വിലക്ക്. അടുത്ത മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് റെമോക്കെതിരെ സാന്റോസ് വിജയിച്ച മത്സരത്തിൽ അദ്ദേഹത്തിന് അവസാന ഘട്ടത്തിൽ കളിയുടെ 87ാമത്തെ മിനിറ്റിൽ റഫറി യെല്ലോ കാർഡ് കാണിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് വിലക്ക് വന്നിരിക്കുന്നത്. സീസണിലെ 3ാമത്തെ യെല്ലോ കാർഡാണ്. റഫറി സാവിയോ പെരീര സാമ്പായോ ഇത് തെറ്റായി കൊടുത്ത യെല്ലോ കാർഡല്ലേ എന്നുള്ളതാണ് ചോദ്യം. മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ 87ാമത്തെ മിനിറ്റിൽ എതിർത്താരവുമായിട്ട് നെയ്മർ ജൂനിയർ ക്ലാഷ് ഉണ്ടാവുന്നു. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നെയ്മർ ഒരു പാസ് കൊടുത്തതിന് ശേഷം എതിർത്താരം അദ്ദേഹത്തെ ഫൗൾ ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ തള്ളി താഴെ വീഴ്ത്തുകയാണ്. നെയ്മർ അതിനോട് റിയാക്ട് ചെയ്യാൻ പോകുമ്പോൾ എതിർഭാഗത്ത് നിന്ന് മറ്റൊരു താരം കൂടി വന്ന് നെയ്മറെ തള്ളുന്നു. അങ്ങനെ ആകെ പ്രശ്നമൊക്കെ ആകുന്നു. അതിനിടക്ക് പോയിട്ട് റഫറി നെയ്മർക്ക് യെല്ലോ കാർഡ് കാണിക്കുന്നു. ഈ ഫൗള് ചെയ്ത അയാൾക്ക് ഒരു പ്രശ്നവുമില്ല, അയാൾ വെറുതെ വിടുകയാണ്. നെയ്മർ റഫറിയോട് സംസാരിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. റഫറി ഒരു തരത്തിലും അതിന് ചെവി കൊടുക്കുന്നുമില്ല. അപ്പോൾ സംഭവിച്ചത്, ഉറുഗ്വായ് താരം ഡിയേഗോ ഹെർണാണ്ടസ്, റെമോക്ക് വേണ്ടി കളിക്കുന്ന താരം, ആ താരവുമായിട്ട് നെയ്മർ ജൂനിയർ ക്ലാഷായി. നെയ്മർ പ്രശ്നം ഉണ്ടാക്കിയ തരത്തിലാണ് റഫറി യെല്ലോ കാർഡ് എടുത്ത് വീശിയിരിക്കുന്നത്. ആസ് എ റിസൾട്ട് അടുത്ത മത്സരം എന്ന് പറയുമ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് മാച്ചാണ്. ഫ്ലെമിംഗോക്കെതിരെയുള്ള കളിയാണ്. നെയ്മർക്ക് തൻ്റെ മികവ് കൃത്യമായിട്ട് കാണിക്കാനുള്ള അവസരമായിരുന്നു. കാരണം ബ്രസീലിയൻ ലീഗിലെ ഏറ്റവും താഴെ നിൽക്കുന്ന ടീമിനോടാണല്ലോ ഇന്ന് കളിച്ചത്. എന്നാൽ ബ്രസീലിയൻ ലീഗിലെ പ്രധാനപ്പെട്ട ടീമുകളിലൊന്നിനോട് കളിച്ച് തൻ്റെ ശാരീരികമായിട്ടുള്ള മികവ്, അതായത് തനിക്ക് 100% ഫിറ്റ്നസ് ഉണ്ട് എന്നൊക്കെ കാണിക്കാനുള്ള നല്ലൊരു അവസരമായിരുന്നു. റഫറി സാവിയോ പെരീര അത് നശിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം. അനാവശ്യമായ യെല്ലോ കാർഡ് നെയ്മർ ജൂനിയർക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വിലക്കും കൊടുത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.